തിരിച്ചടി എന്ന ചലച്ചിത്രത്തിൻ്റെ ആദ്യത്തെ നോട്ടീസ് അച്ചടിച്ച് വന്നത് കണ്ട് ജേസി ആകെ അമ്പരന്ന് പോയി. വി എം ബാലനാണ് ആർട്ടിസ്റ്റ്. അദ്ദേഹം അതിൻ്റെ ടൈറ്റിൽ റൈറ്റിങ്ങിൽ വലിയ ഗുരുതരമായൊരു തെറ്റ് വരുത്തിയിരിക്കുന്നു. താ കഴിഞ്ഞ് കെട്ടുവള്ളി, രാ കഴിഞ്ഞ് കെട്ടുവള്ളി, ടാ കഴിഞ്ഞ് കെട്ടുവള്ളി എന്ന മലയാള ഭാഷയുടെ വ്യാകരണ നിയമം ലംഘിച്ചുകൊണ്ട് തായുടെ ഇടതുവശത്ത് കെട്ടുവള്ളി, രായുടെ ഇടതുവശത്ത് കെട്ടുവള്ളി, ടായുടെ ഇടതുവശത്ത് കെട്ടുവള്ളി. ഇതെന്ത് അബദ്ധമാണ് ഈ കാണിച്ചിരിക്കുന്നതെന്നുള്ള ഉൾവേവോടുകൂടി ജേസി ഓടി കുഞ്ചാക്കോയുടെ അടുത്ത് നിന്ന് ഇത് മുഴുവൻ തെറ്റാണ് ഈ അച്ചടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുഞ്ചാക്കോ വളരെ കൂളായി ജേസിയുടെ മുഖത്തേക്ക് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, തന്നെപ്പോലുള്ള മഹാപ്രതിഭാശാലികൾക്ക് വേണ്ടിയല്ല ഞാൻ ഈ നോട്ടീസ് ഉണ്ടാക്കുന്നത്. ഇത് ചായക്കടയിലും ക്ഷൗരക്കടയിലും വിതരണം ചെയ്യാനുള്ളതാണ്. ശരിയായ ഭാഷയിൽ തിരിച്ചടി എന്ന് എഴുതിയാൽ ഉദയയുടെ ഒരു പടം വരുന്നത് തിരിച്ചടി പ്രേംനസീർ, ഷീല, വയലാർ, ദേവരാജൻ, കുഞ്ചാക്കോ ഓക്കെ എന്ന് പറഞ്ഞാൽ 4 കീറും. ഉണ്ടമ്പരിയും സുഖീനും പൊതിഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഷേവ് ചെയ്തിട്ട് എൻ്റെ പത അതിൽ തുടച്ച ശേഷം ചവിറ്റുകൊട്ടയിലേക്ക് ഇടും. ഇതിപ്പോൾ അവൻ്റെ മുമ്പിൽ വരുന്ന നോട്ടീസ് ഒന്ന് നോക്കുമ്പോൾ 3 സ്ഥലത്ത് വലിയ പ്രമാദമായ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. തെറ്റ് സംഭവിച്ചിരിക്കുന്നത് കുഞ്ചാക്കോയ്ക്കാണ്, ഉദയ സ്റ്റുഡിയോയ്ക്കാണ്. ഇത് 100 പേരോട് പറയാണ്ട് അവന് വിശ്രമം ഉണ്ടാവില്ല, മനസ്സമാധാനം ഉണ്ടാവില്ല. ആ കടയിൽ വരുന്ന കംപ്ലീറ്റ് ആളുകളെ അവൻ ഇതെടുത്ത് ഉയർത്തി പ്രദർശിപ്പിച്ച് കാണിക്കും. മിനിമം ഒരു നോട്ടീസ് 100 പേരെങ്കിലും വായിക്കും. എനിക്കാവശ്യം ആ വായിക്കുന്നവൻ വന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുകയാണ്. ജനങ്ങളിലേക്ക് എത്തുന്നതിന് എന്ത് മാർഗമാണ് നമുക്ക് അവലംബിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കുന്നത്, പ്രയോഗിക്കുന്നത്. ഞാനൊരു ശാസ്ത്രവും പഠിച്ചിട്ടല്ല ഇത് ചെയ്യുന്നതെന്ന വിപണനത്തിലെ ഒരു ഏറ്റവും വളരെ അർത്ഥവത്തായ ഒരു പാഠമാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ചതെന്ന് ജേസി പറയാറുണ്ട്. ആരോ കുഞ്ചാക്കോയോട് ചോദിച്ചു അത്ര, എങ്ങനെയാണ് നിങ്ങളുടെ സിനിമ ഇത്രയേറെ ആളുകളെ ആകർഷിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സിനിമ ഇത്ര ഭംഗിയായി കമ്പോളം നടത്തുന്നത്? അപ്പോൾ കുഞ്ചാക്കോ പഴയൊരു മാനേജ്മെൻറ്റ് വിദഗ്ധൻ മുമ്പൊരിക്കൽ പറഞ്ഞ വാചകത്തിനോട് സമാനമായൊരു മറുപടിയാണ് പറഞ്ഞത്. ഞാനൊന്നും വിൽക്കാൻ ശ്രമിച്ചിട്ടില്ല, എൻ്റെ ആളുകളത് കാണാൻ ഇടവരുത്തുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അന്വേഷിച്ച് വന്ന് ഉദയയുടെ അടുത്ത ചിത്രം കാണേണ്ടത് പ്രേക്ഷകൻ്റെ ആഹ്ലാദത്തിന് അവൻ്റെ ആവശ്യമാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് സെയിൽസ്മാൻഷിപ്പിൻ്റെ ഏറ്റവും നല്ല അടിസ്ഥാന സമീപനം എന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിച്ചവരാണ് അവരെല്ലാം.